പിന്നെ കാണാം. അയ്യോ, കാപ്പി കുടിച്ചില്ല. ഡ്യൂട്ടി ഫസ്റ്റ്. ഇന്നലെ രാത്രിയിലും ഞാൻ ശ്രമിച്ചു. വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും. എന്തായാലും ഇറങ്ങി തിരിച്ചു. അതെ അതെ, വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരാത്? ഒരു വഴിപോക്കനാ. ഇത് വഴിയല്ലല്ലോ, അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു. അതെ, വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ എന്നവൻ പറഞ്ഞു. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കൊന്ന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു. ഇല്ല, രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ. ഈ പക്ഷിക്ക് ഘ്രാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത്. എന്നിട്ടും പൊടുന്നനവേ പക്ഷി പാട്ട് നിർത്തിക്കളഞ്ഞു. ഇത് ബുൾഫിഞ്ചാണെന്ന് ഉറപ്പാണോ? ബുൾഫിഞ്ചിന്റെ ഗണത്തിൽപ്പെടും. 198 പക്ഷികളെ കേരളത്തിലുള്ളൂ എന്നാണല്ലോ നിഗമനം. അത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. പല പക്ഷി ഗവേഷകർക്കും അതൊരു കനത്തടിയായിരിക്കും. തീർച്ചയായും. ഈ കൊല്ലത്ത് സലീം അലി അവാർഡ് വാങ്ങിയാലേ എന്റെ മനസ്സിനൊരു സുഖമുണ്ടാവും. അങ്ങേ അറ്റത്തെ കൂർമ്മ ബുദ്ധി. 50 ആളുകൾ ഒരുമിച്ച് ചെന്നാലും അവരെയൊക്കെ അടിച്ച് തറപറ്റിക്കാൻ കഴിയുന്നത്ര ശരീരശക്തി. എറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസൻ. സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാം. പാടില്ല. അയാളെ അടിയോടെ പിഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം. പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും. അറസ്റ്റ് ചെയ്യുക, കുറെ ഇടി കൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കുക, ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക. ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടേത് ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും.